ഹലോ. അപ്പോൾ നമ്മളിപ്പം പോകാൻ പോകുന്നത് കാളിയമ്മൻ ക്ഷേത്രത്തിലേക്കാണ്. കാളിയമ്മൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഭദ്രകാളി തന്നെയാണ്. അപ്പോൾ ഇത് കാവേരി ആറിൻ്റെ കൈവഴിയാണ്. കൈവഴിയുടെ തീരത്താണ് ഈ ക്ഷേത്രമുള്ളത്. ചുറ്റിലും കണ്ടാൽ നമ്മളെ കേരളം പോലെ തന്നെ വളരെ മനോഹരമായ സ്ഥലങ്ങളാണ്. ഇതാണ് ഫ്രണ്ടിലുള്ള ഗോപുരം. അപ്പോൾ ഗോപുരത്തിനുള്ളിലേക്ക് കടന്നാൽ നമുക്ക് ഗോപുരത്തിലോട്ട് കയറാൻ കഴിയത്തില്ല. അവിടെ സ്റ്റെപ്പൊന്നും കെട്ടിയിട്ടില്ല. അപ്പോൾ വളരെ വലിയ വാതിലാണ്. നല്ല കൊത്തുപണികളോട് കൂടിയ വളരെ മനോഹരമായ വാതിലാണ്. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് കിടക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും കൊണ്ടുപോകുന്നത് തന്നെ പൂജാ സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് പോകേണ്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് തന്നെ കറുപ്പ് സ്വാമിയും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനുള്ള പ്രസാദങ്ങളും എല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉൾവശം ഇതാണ്. അപ്പോൾ നേരത്തെ ഇത് പുറത്തുള്ള ആൾക്കാരൊക്കെ വന്ന് പൊങ്കാലയൊക്കെ ഇടുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ക്ഷേത്രം പുരോഗമിച്ചതോടുകൂടി അതെല്ലാം പുറത്തേക്കായി. അപ്പോൾ ഇതാണ് ദേവിയുടെ ഫ്രണ്ട് വശം. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം ഇതാണ്. നമുക്ക് ഉള്ളിലോട്ട് ക്യാമറ കൊണ്ടുപോകാൻ കഴിയില്ല. അതുപോലെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇവിടെ വെള്ളം കുടിക്കാനുള്ള സൗകര്യം, തണുത്ത വെള്ളം, ചൂടുവെള്ളം, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്. അപ്പം നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ അമ്പലത്തിൽ ചുറ്റി നടന്ന് നമ്മൾ തൊഴുതു. അപ്പം പണ്ട് പുരാതന കാലത്തുള്ള ക്ഷേത്രമാണ്. ഫുള്ള് പാറയാണ്. അപ്പോൾ ഇതിനുള്ളിലാണ്, ഈ ഗോപുരത്തിനുള്ളിലാണ് ദേവി ഇരിക്കുന്നത്. നമുക്ക് അതിനകം ഭയങ്കരമായ ചൂടാണ്. കാരണം ഫുള്ള് പാറയായതുകൊണ്ട്. പക്ഷേ ചൂടിനെ പ്രതിരോധിക്കാൻ അവിടെ ഒരുപാട് ഫാനും എ സി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പം നമ്മൾ തിരക്ക് കുറവായതുകൊണ്ട് വളരെ വിശാലമായി തന്നെ ചുറ്റി നടന്ന് തൊഴുത് എല്ലാം കണ്ടു. അപ്പോൾ ഇത് എൻ്റെ ചേട്ടൻ്റെ അപ്പയുടെ കുടുംബക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയി തൊഴുത് എല്ലാ വർഷവും പോകുന്നതാണ്. അങ്ങനെ നമ്മൾ അവിടെയെല്ലാം പോയി തൊഴുത് കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ടൊക്കെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ആ കാഴ്ചകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളരെ മനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.